ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ മത്തായി എഴുതിയ നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം 5-ാം അധ്യായം 38 മുതൽ 48 വരെയുള്ള തിരുവചനങ്ങൾ. തിന്മയെ നന്മ കൊണ്ട് ജയിക്കുക. തിന്മയെ നന്മ കൊണ്ട് ജയിക്കുക. കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല് എന്നു പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ദുഷ്ടനെ എതിർക്കരുത്. വലത്ത് കർണത്തടിക്കുന്നവന് മറ്റേ കർണം കൂടി കാണിച്ചു കൊടുക്കുക. നിന്നോട് വ്യവഹരിച്ച് നിന്റെ ഉടുപ്പ് കരസ്ഥമാക്കാൻ ഉദ്യമിക്കുന്നവന് മേലങ്കി കൂടി കൊടുക്കുക. 1 മൈൽ ദൂരം പോകുവാൻ നിന്നെ നിർബന്ധിക്കുന്നവനോട് കൂടെ 2 മൈൽ ദൂരം പോകുക. ചോദിക്കുന്നവന് കൊടുക്കുക. വായ്പ വാങ്ങുവാൻ ഇച്ഛിക്കുന്നവനിൽ നിന്ന് ഒഴിഞ്ഞു മാറരുത്. ശത്രുക്കളെ സ്നേഹിക്കുക. അയൽക്കാരനെ സ്നേഹിക്കുക, ശത്രുവിനെ ദോഷിക്കുക എന്ന് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ശത്രുക്കളെ സ്നേഹിക്കുവിൻ, നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മക്കളായിത്തീരും. അവിടുന്ന് ശിഷ്ടരുടെയും ദുഷ്ടരുടെയും മേൽ സൂര്യനെ ഉദിപ്പിക്കുകയും നീതിമാന്മാരുടെയും നീതിരഹിതരുടെയും മേൽ മഴ പെയ്യ്ക്കുകയും ചെയ്യുന്നു. നിങ്ങളെ സ്നേഹിക്കുന്നവരെ നിങ്ങൾ സ്നേഹിച്ചാൽ നിങ്ങൾക്ക് എന്തു പ്രതിഫലമാണ് ലഭിക്കുക? ചുങ്കക്കാർ പോലും അതുതന്നെ ചെയ്യുന്നില്ലേ? സഹോദരങ്ങളെ മാത്രമേ നിങ്ങൾ അഭിവാദനം ചെയ്യുന്നുവെങ്കിൽ വിശേഷവതിയായി എന്താണ് നിങ്ങൾ ചെയ്യുന്നത്? വിജാതീയരും അതുതന്നെ ചെയ്യുന്നില്ലേ? അതുകൊണ്ട് നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണനായിരിക്കുവിൻ. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായിക്ക് സ്തുതിയും. വിശുദ്ധ മത്തായി ശ്ലീഹ എഴുതിയ പരിശുദ്ധ സുവിശേഷത്തിൽ തിന്മയെ നന്മ കൊണ്ട് ജയിക്കുക. ഇന്ന് ഈ സുവിശേഷവാക്യം എത്രയോ സത്യമാണ്. തിന്മ നിറഞ്ഞ ദുഷ്ടശക്തികളെ നന്മ കൊണ്ട് പോരാടി ജയിക്കുവാൻ വളരെ വിഷമമുള്ള ഒരു കാര്യമാണ്. യേശു പറയുന്നു, ഒരു കരണത്തടിക്കുന്നവനെ മറ്റേ കർണം കൂടി കാണിച്ചു കൊടുക്കുക. 1 മൈൽ ദൂരം നടക്കുവാൻ നിങ്ങളെ നിർബന്ധിക്കുന്നവനോട് കൂടെ 2 മൈൽ ദൂരം നടക്കുക. വളരെ പ്രയാസം നിറഞ്ഞ കാര്യങ്ങളാണ് പറയുന്നത്. പക്ഷേ ഇവിടെയാണ് നന്മ വിതറേണ്ടത്, തിന്മയെ അടിച്ചമർത്തേണ്ടത്. ഇന്ന് ലോകത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന തിന്മ ശക്തി വളരെയേറെയാണ്. ഈശോ വീണ്ടും പറയുന്നു, കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല് എന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ? എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ദുഷ്ടനെ എതിർക്കരുത്. ഈശോയുടെ വാക്കുകൾ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സങ്കല്പിക്കുവാനോ യാഥാർത്ഥ്യത്തിലേക്ക് വരുവാനോ അല്പം ബുദ്ധിമുട്ടാണ്. പക്ഷേ അങ്ങനെ ചെയ്യുന്നവരാണ് ഈശോയുടെ പിതാവായ ദൈവത്തിൻ്റെ, സ്വർഗസ്ഥനായ പിതാവിൻ്റെ മക്കൾ. അവിടെയാണ് നാം ചെയ്യേണ്ടത്. ഈശോ വീണ്ടും പറയുകയാണ്, ശത്രുക്കളെ സ്നേഹിക്കുക. ശത്രുക്കളെ സ്നേഹിക്കുവാൻ എളുപ്പമല്ല. എങ്കിലും അവരെ സ്നേഹിച്ചെങ്കിൽ മാത്രമേ നമുക്ക് സ്വർഗസ്ഥനായ പിതാവിൻ്റെ അടുത്ത് ഇടം കിട്ടുകയുള്ളൂ. സ്വർഗസ്ഥനായ പിതാവ് നമ്മളോട് എത്രയോ പ്രാവശ്യം ക്ഷമിച്ചു. നമ്മൾ ശത്രുക്കളോട് ക്ഷമിക്കുക എന്നാണ് ഈശോ വീണ്ടും വീണ്ടും പറയുക. അവരെ സ്നേഹിക്കുക. ഒരുപക്ഷെ സ്നേഹം കിട്ടാഞ്ഞിട്ടുള്ള ശത്രുതയാണെങ്കിലോ? സ്നേഹത്തിന് വേണ്ടിയുള്ള ശത്രുതാ മനോഭാവവും നമ്മളുടെ ഇടയിൽ കാണുന്നു. ഈശോ പറയുകയാണ്, നിങ്ങളെ സ്നേഹിക്കുന്നവരെ നിങ്ങൾ സ്നേഹിച്ചാൽ അതിലെന്ത് മേന്മയാണുള്ളത്? നിങ്ങൾ സ്നേഹിക്കേണ്ടത് ദുഷ്ടരെയാണ്.
നിങ്ങൾ സ്നേഹിക്കേണ്ടവർ തിന്മയിലൂടെ നടക്കുന്നവരെയാണ് നന്മ കൊണ്ട് കീഴടക്കുവാൻ, അവരെ സ്നേഹിച്ച് ഈശോയോട് കൂടെ ആയിരിക്കുവാൻ വേണ്ടിയാണ്. ഈശോയുടെ വചനം ഇരുന്ന് ചിന്തിക്കുവാൻ പോലും നമുക്ക് മണിക്കൂറുകൾ എടുക്കുന്ന വചനമാണ്. ശത്രുക്കളെ സ്നേഹിക്കുക, തിന്മയെ നന്മ കൊണ്ട് ജയിക്കുക. അങ്ങനെ ജയിച്ച നമ്മുടെ ഈശോയാണ്. അതുപോലെ നിങ്ങളും തിന്മയെ നന്മ കൊണ്ട് ജയിക്കുക. അപ്പം നമ്മളെല്ലാവരും സ്വർഗസ്ഥനായ പിതാവിൻ്റെ പക്കൽ പരിപൂർണനായിരിക്കും. ഒരു കുറ്റവുമില്ലാതെ യേശുവിൻ്റെ മക്കളായി സ്വർഗസ്ഥനായ പിതാവിൻ്റെ അടുത്ത് നമുക്ക് ഈശോയുടെ കൂടെ ജീവിക്കാം. ഇന്നത്തെ ഈ സുവിശേഷ വചനം നമ്മളിലേക്ക് പ്രാവർത്തികമാക്കുവാൻ പരിശുദ്ധ അമ്മയുടെ ജപമാലയിലൂടെ നമുക്ക് പ്രാർത്ഥിക്കാം. ശത്രുക്കളെ സ്നേഹിക്കുവാനും തിന്മയെ നന്മ കൊണ്ട് ജയിക്കുവാനും നമുക്ക് കഴിയട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.